ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് റവ ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വ്യത്യസ്തമായ ഒരു ടേസ്റ്റിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അതിനായി ഞാൻ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലോ നെയ്യിലോ ഒക്കെ ചെയ്തെടുക്കുമ്പോഴാണ് ഉപ്പുമാവിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു വലിയ സ്പൂണ് കടലപ്പരിപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അതേ സ്പൂണിൽ തന്നെ ഒരു ടീസ്പൂണാണ് കേട്ടോ, അതേ സ്പൂണിൽ തന്നെ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റി കൊടുക്കാം. കടലപ്പരിപ്പ് ഉഴുന്നുപരിപ്പൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 അല്ലി വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 5 അല്ലി പച്ചമുളക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ ഒക്കെ എരിവ് എല്ലാവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ കുറച്ച് കശുവണ്ടി പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ അളവിൽ കട്ട് ചെയ്യണം കേട്ടോ, ചെറിയ രീതിയിൽ. ക്യാരറ്റൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ നമുക്ക് കുറച്ചുകൂടി ഒരു ഹെൽത്തി ആവും ഈ ഉപ്പുമാവ് ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഞാനൊരു മീഡിയം സൈസ് സവാള ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റൊന്നും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുമൊന്നും വേണ്ട കേട്ടോ, ഒരു ചെറിയൊരു പാകത്തിന് മതി. ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിന്നോട്ടെ. നമ്മൾ ഉപ്പുമാവും കൂടെ റവയും കൂടെ വരുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അന്നേരം ഉപ്പ് നോക്കുമ്പോൾ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ. അധികം ആവരുത്, അത് ശ്രദ്ധിച്ച് വേണം ഉപ്പിടാൻ. ക്യാരറ്റും ഉള്ളിയൊക്കെ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം എടുക്കേണ്ട അളവ് ഞാൻ ഈ ഒരു കപ്പ് 2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പ് തന്നെ 5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം കുറച്ച് കുഴഞ്ഞ പരുവത്തിലുള്ള ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിലൊരു കപ്പ് നിങ്ങൾ കുറച്ച് കൊടുത്താൽ മതി. ഞാനിതിൽ 2 കപ്പ് റവയാണ് എടുത്തത്. അപ്പോൾ 5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ 5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ ഒരു ബൗള് തന്നെ കേട്ടോ, ആ റവ എടുത്ത അതേ ബൗളിൽ വേണം വെള്ളം അളക്കാൻ. നമുക്കിനി ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ 1 സ്പൂണും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്.
നമ്മൾ തിളച്ച വെള്ളമായിരുന്നു ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് കുറച്ചുകൂടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ 2 കപ്പ് റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് കട്ട പിടിക്കുന്ന പോലെയാവും, അതുകൊണ്ട് നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കണം. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഇതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ്. ഞാൻ ഈ ഒരു ഗ്ലാസ് നിറയെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇങ്ങനൊരു കുഴഞ്ഞ പരുവത്തിലുള്ള ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കുന്നത് ഒരു ഗ്ലാസ് ഒന്ന് കുറച്ചാൽ മതി. ഇത് പാലും കൂടി ഒഴിച്ചതിന് ശേഷം പാലിൻ്റെ അകത്ത് കിടന്നിട്ട് റവ ഒന്ന് വെന്ത് വരുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് നെയ്യാണ്. ഞാൻ 1 സ്പൂണോളം നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ലോണം ഇളക്കി, അടി പിടിക്കാതെ നല്ലോണം ഇളക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഞാനിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ ഉപ്പുമാവ് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നമുക്ക് വൈകുന്നേരങ്ങളിലായാലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. Thanks for watching.